ഹലോ, ഇതിൻ്റെ കളി കണ്ടിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. കാരണം ഇന്ന് കിച്ചണിലോട്ടാണ്. നമുക്ക് നല്ലൊരു പണിയുള്ള ദിവസമാണ്. നമുക്കിന്ന് നല്ലൊരു ബിരിയാണിയാണ് നോമ്പ് തുറയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ഫിഷ് ബിരിയാണി. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പം അതിന് വേണ്ടി ഞാൻ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മീനെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് നെമ്മീനാണ്. അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നെമ്മീനിലോട്ട് നമുക്ക് ഇടേണ്ടത് പൊരിക്കാനുള്ള കുറച്ച് ഐറ്റംസാണ്. അത് മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, കുരുമുളക്, കുറച്ച് പാകത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാന് അടുപ്പത്ത് വെക്കുക. പാന് ചൂടായി കഴിഞ്ഞ് ഓയിൽ, ഞാനിതിൽ വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആവാണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് തന്നെയാണ് സവാള മൂപ്പിക്കാനിടുന്നത്. വേറെ എണ്ണയൊന്നും എടുത്തിട്ടില്ല. ആ എണ്ണയിലോട്ട് തന്നെയാണ് സവാള മൂപ്പിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. ഒന്ന് വന്നതിന് ശേഷം ഒരു 3 പച്ചമുളക് കേട്ടോ ഞാൻ കീറി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ലീഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം, അങ്ങനത്തെ ഐറ്റംസുകൾ, മസാല ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പ്രധാനപ്പെട്ടതാണ് ഇറച്ചി വെക്കാൻ നേരത്തുള്ളത് നമ്മൾ രമ്പയിലയും മല്ലിയിലയൊക്കെ നിർബന്ധമാണ്. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി സ്കിപ്പായി പോയി കേട്ടോ ഇട്ടത്. ഇതെല്ലാം കൂടെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കൂട്ടി തന്നെ വീണ്ടും ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സാക്കി കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം ഉപ്പ് ഓൾറെഡി നമുക്ക് അതിലുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മല്ലിയില ഇടണം. മല്ലിയിലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ച് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന്, അപ്പോൾ നമ്മളുടെ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് അതായത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് അടച്ച് വെക്കാം. നമുക്ക് അടുത്തിന് ചോറിൻ്റെ പരിപാടിയിലോട്ടാണ് പോകുന്നത്. ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒഴിച്ചിട്ടുള്ള നെയ്യാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ഈ സവാള നമ്മൾ മൂപ്പിക്കാൻ വേണ്ടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മൂത്തെടുത്തതിന് ശേഷം രണ്ടാമത് ചോറിലേക്ക് വേണ്ടുള്ള സവാളയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൽ ചെറിയ ലീഫ്, പിന്നെ അതായത് മസാലക്കൂട്ടുകൾ പൊടിച്ചതല്ല കേട്ടോ, ഞാൻ അത് നേരിട്ടാണ് ഇട്ട് കൊടുക്കാറ്. പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ, പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ അരിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളമല്ല, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു അല്പം നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതായത് നല്ല എന്താ പറയുക, ഒരു പരുവത്തിനനുസരിച്ചുള്ള നല്ല വെന്ത് നല്ല കറക്റ്റിന് വന്നിട്ടുണ്ട്. ഇത്തിരി വേവുള്ള അരിയായതുകൊണ്ട് ഫിസിൽ കേട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചോറ് മാറ്റി വെക്കണം. കാരണം നമുക്ക് ദമ്മാക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് മീതം ഒന്ന് നിരത്തി നല്ല രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പൊരിച്ച് വെച്ച സവാളയാണ്. പിന്നെ ഇടേണ്ടത് മല്ലിയിലയാണ്. എന്നിട്ട് ദമ്മാക്കി നമുക്ക് സിമ്മിലിടുക. ചെറിയ തീയിലിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ ഒരു ചോറ് അങ്ങനെ നമുക്ക് വെച്ചിരിക്കാം. പിന്നെ നമുക്ക് തുറക്കുമ്പോൾ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നമുക്ക് റെഡി ആയിട്ടുണ്ട് ചോറ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് മീതമൊന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം നല്ല മണമായിരിക്കും. നമ്മുടെ നെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.